ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നേച്ചേഴ്സ് ബോട്ടോക്സിനെ കുറിച്ചാണ് കേട്ടോ. നേച്ചേഴ്സ് ബോട്ടോക്സ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓയിലാണ് കേട്ടോ. നമ്മൾക്ക് കേരളീയർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓയിലിനെ കുറിച്ചാണ് ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും കാസ്റ്റർ ഓയിൽ കണ്ടിട്ടുണ്ടല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ ആവണക്കെണ്ണ എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇൻറ്റേർണലി കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ പുറത്തും പുരട്ടാറുണ്ട്. പണ്ട് കാലത്ത് ഇതിൻ്റെ ഉപയോഗിച്ചായിരുന്നു കരി ഉണ്ടാക്കിയിരുന്നത്. അമ്മൂമ്മമാർക്കെല്ലാം അറിയാം, പക്ഷേ ഈ തലമുറയിലുള്ളവർക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസ്, അതിൻ്റെ മാർക്കുകൾ പോകാൻ, അതുപോലെ തന്നെ ചെറിയ ചെറിയ റിങ്കിൾസ് പോവാൻ, സ്പോട്ടുകൾ പോവാൻ, കരിമംഗല്യം മാറ്റാൻ, അതുപോലെ തന്നെ ഡിസ്കളറേഷൻ മാറാനെല്ലാം ഇത് സഹായിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതിന് അലർജി ഉണ്ടായെന്ന് വരാം. അങ്ങനെ ഉള്ളവരെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് ഇത് നേരിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് തലമുടിയിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഒരു ഓയിലാണ്. അതായത് നമ്മുടെ കയ്യിലെല്ലാം ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ ഈ തിക്കായിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ട് തോന്നും. അപ്പോൾ സ്റ്റിക്കി ആയിട്ട് തോന്നുമ്പോൾ നമുക്ക് ദേഹത്തൊക്കെ പുരട്ടാനോ മുടിയിലൊക്കെ പുരട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനോടൊപ്പം തന്നെ ഈ ഓയിലിനോടൊപ്പം വെളിച്ചെണ്ണ, ശകലം വെളിച്ചെണ്ണ, അതായത് 4 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ടീസ്പൂൺ നല്ല ഓർഗാനിക് കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതിൽ യൂസ് ചെയ്യുക. അത് 2 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒളിവ് ഓയിൽ. ഈ ബോട്ടലിൽ ഞാൻ ഓർഗാനിക് കോക്കനട്ട് ഓയിലാണ് വെച്ചേക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിലാണ്. അതുപോലെ തന്നെ ഇത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 4 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ, 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, 2 ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ ഓയിൽ മുതലായവ ചേർത്ത് ഇതുപോലെ ഒരു ഡാർക്ക് ബോട്ടലിൽ ഞാൻ ഒഴിച്ചു വയ്ക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെന്നും കുളിക്കുന്നതിന് മുമ്പ്, അതായത് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഒരു ഫില്ലർ, ഇതുപോലത്തെ ഒരു ഫില്ലറിൽ വെച്ചിട്ട് അതൊരു 4-5 തുള്ളി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഇതുപോലെ ഇരിക്കും, ഒരു ഗോൾഡൻ കളർ പോലെ ഇരിക്കും. ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് ഇടുക. അപ്പോൾ നമ്മൾ കുളിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ മുഖത്തൊക്കെ ഒന്നിങ്ങനെ നമ്മുടെ ചുണ്ടിലൊക്കെ ഇടാം കേട്ടോ. ചുണ്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ പുരികത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ തേക്കാൻ മറക്കരുത് കേട്ടോ. ഇതൊരു 15-20 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ കുളിക്കാൻ പോയാൽ മതിയാകും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യുക, 2 ആഴ്ചയിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1-2 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്തതിന് ശേഷം നൈറ്റ് ടൈം കൂടി ഇത് ചെയ്യണം. എങ്ങനെ? 3 തുള്ളി എടുക്കണം കേട്ടോ. 3 തുള്ളി. ആ 3 തുള്ളി എടുത്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഇത് നന്നായിട്ടൊന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നൈറ്റ് ക്രീമോ ഒന്നും ഇടണ്ട, ഇത് മാത്രം ഇട്ട് കിടന്നുറങ്ങിയാൽ മതി കേട്ടോ. അപ്പം രാവിലെ എണീക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുക? നമ്മുടെ മുഖമെല്ലാം നല്ല പ്ലംപ്റ്റാവും, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ ഡ്രൈനെസ് എല്ലാം പോയി നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് വരും. നിങ്ങളെല്ലാം ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിന്നിനുണ്ടാവുന്ന വ്യത്യാസം ഒബ്സർവ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഫ്രണ്ട്സ്. സീ യു സൂൺ ആൻഡ് ബൈ.